ഇത്ര സന്തോഷത്തെ ഹായ് പറഞ്ഞത് എങ്ങോട്ടാണെന്നല്ലേ, നമ്മൾ ഇന്നൊരു മൂവിക്ക് പോകുക കേട്ടോ. നമ്മൾ 5 മണിയുടെ ഷോയ്ക്ക് കേട്ടോ ബുക്ക് ചെയ്തേക്കുന്നത്. അങ്ങനെ ദേ ചേച്ചിയും ചേച്ചിയുടെ മക്കളും അമ്മയും ഞാനും ആദവും കൂടെ ഇന്നത്തെ സിനിമ കാണാൻ പോകുന്നത്. അവിടെ ചെന്നപ്പോഴത്തേനും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. കുറച്ച് നേരമൊക്കെ നിന്നപ്പോഴത്തേനും ആദു പിന്നെ പോപ്കോൺ വേണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ ഒന്ന് പോക്കൊക്കെ നോക്കി ആരെയും മൈൻഡ് ആക്കാതെ അവന് വേണ്ടത് വാങ്ങാൻ വേണ്ടിയിട്ട് പോവുക കേട്ടോ. അവിടെ ചെന്നപ്പോഴത്തേനും അത് വേണമെന്നും പറഞ്ഞിട്ട് ബഹളം ഉണ്ടായിരുന്നു. അങ്ങനെ ദേ പോപ്കോൺ വാങ്ങിച്ചു കൊടുക്കാമെന്ന് സമ്മതിച്ചപ്പോൾ ചിരിയും കളിയൊക്കെ നോക്കി പിന്നെ കാര്യം പറച്ചിലായി. ഒന്നും പറയണ്ട, എന്തൊക്കെയോ ഡയലോഗ് അടിക്കുന്നുണ്ട്, അത് അങ്ങനെ ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെ ആർക്ക് വാങ്ങിച്ച പോപ്കോൺ ആണെന്ന് പോലും ചിന്തിക്കാതെ അതിൽ നിന്ന് ഓരോന്നായിട്ട് പിറക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇത് ജ്യൂസും വാങ്ങിച്ച് പോകുന്ന പോക്ക് നോക്ക്. അവനാണ് ഞങ്ങളെ നേതാവെന്നും പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ അവൻ പോകുന്ന കണ്ടുകൊണ്ട് ആ കുഞ്ഞായിട്ട് വേഗം ചെന്ന് അവനെ പിടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിത് സീറ്റിലോട്ട് പോവാണ്. അവിടെ ഇരുന്നപ്പോഴത്തേനും ആ കുഞ്ഞിക്കൈ വെച്ച് ഓരോന്നായിട്ട് പിറക്കി വായിൽ വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും സിനിമ തുടങ്ങിയേ. സിനിമയെപ്പറ്റി പറയാനാണെങ്കിൽ ഒരു രക്ഷയില്ല, അടിപൊളി സിനിമയാണ്. ഫാമിലിക്കൊക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല അടാറ് സിനിമ കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫാമിലിക്ക് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും എല്ലാ ഏജിലുള്ള ആളുകൾക്കും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി സിനിമയാണേ. കോമഡി ആണോ എന്ന് ചോദിച്ചാൽ ആണ്, റൊമാൻറ്റിക് ആണോ എന്ന് ചോദിച്ചാൽ അതും ഉണ്ട്, ഇനി സെൻറ്റി വേണോ എന്ന് ചോദിച്ചാൽ അതും ഉണ്ട്. എല്ലാം കൂടെ ഉള്ളൊരു മിക്സാണ് കേട്ടോ. സിനിമയെ പറ്റിയിട്ടുള്ളതാണ്ട് അഭിപ്രായമൊക്കെ കേട്ടോണേ. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? ചേച്ചി സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? കുഞ്ഞന്റെ സിനിമ കണ്ടായിരുന്നു? നല്ല സിനിമയായിരുന്നു. ആദുവേ സിനിമ കണ്ടായിരുന്നു? അജു വർഗീസും നിവിൻ പോളിയും കൂടെ വരുന്ന ഒരു കോംബോ ഇല്ലേ, എൻ്റെ പൊന്നെ, അത് വരുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഈ ഫിലിമിന് സ്റ്റാർട്ട് ടു എൻഡ് വരെ അത് തന്നെ ഉണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല, എല്ലാവരും പോയി കാണണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.